മാമോഗ്രാം ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു എക്സ്റേ പരിശോധനയാണ്. ബ്രസ്റ്റിൽ മുഴയോ മറ്റു മാറ്റങ്ങളോ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കും. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരിലും രോഗം സംശയിക്കുന്നവരിലും ഈ പരിശോധന നടത്താറുണ്ട്. മാമോഗ്രാമിലൂടെ ബ്രസ്റ്റ് ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ അത് എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കും. മാമോഗ്രാം എങ്ങനെ പ്രവർത്തിക്കുന്നു? 2 തരം മാമോഗ്രാം ഉണ്ട്: സ്ക്രീനിംഗ് മാമോഗ്രാമും ഡയഗ്നോസ്റ്റിക് മാമോഗ്രാമും. സ്ക്രീനിംഗ് മാമോഗ്രാം യാതൊരു രോഗലക്ഷണവും ഇല്ലാത്ത സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യതകൾ നേരത്തെ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. ഒരു സ്ക്രീനിംഗ് ടെസ്റ്റ് എന്ന നിലയിൽ 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഇത് സാധാരണയായി നിർദ്ദേശിക്കാറുണ്ട്. ഡയഗ്നോസ്റ്റിക് മാമോഗ്രാം ബ്രസ്റ്റിൽ വേദന, മുഴ അല്ലെങ്കിൽ അസാധാരണമായ ലക്ഷണങ്ങൾ ഉള്ളപ്പോൾ രോഗം സ്ഥിരീകരിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിൽ കൂടുതൽ ചിത്രങ്ങൾ എടുക്കുകയും സസ്പീഷ്യസ് ഭാഗങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യും. ബ്രസ്റ്റ് ക്യാൻസറിന്റെ സ്റ്റേജസ് ബ്രസ്റ്റ് ക്യാൻസർ എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ചികിത്സ നിർണ്ണയിക്കുന്നതിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. സ്റ്റേജ് 0 ക്യാൻസർ ബ്രസ്റ്റിലെ സെല്ലിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു. സ്റ്റേജ് 1 ട്യൂമറിന്റെ വലുപ്പം ചെറുതാണ്, അത് ബ്രസ്റ്റിന്റെ പുറത്തേക്ക് വ്യാപിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നു. സ്റ്റേജ് 2 ട്യൂമർ വലുതാകുകയോ അടുത്ത ലിംഫ് നോഡുകളിലേക്ക് ചെറിയ തോതിൽ വ്യാപിക്കുകയോ ചെയ്തിരിക്കാം. സ്റ്റേജ് 3 ക്യാൻസർ ബ്രസ്റ്റിനകത്തോ കക്ഷത്തിലെ ലിംഫ് നോഡുകളിലേക്കോ വ്യാപിച്ചിരിക്കുന്നു. സ്റ്റേജ് 4 ക്യാൻസർ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളായ അസ്ഥികൾ, ശ്വാസകോശം, കരൾ അല്ലെങ്കിൽ തലച്ചോർ എന്നിവയിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ എത്രയും നേരത്തെ കണ്ടെത്തുന്നുവോ അത്രയും വിജയകരമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായ സ്ക്രീനിംഗ് ടെസ്റ്റുകൾക്ക് വിധേയരാകുന്നതാണ് നല്ലത്.